ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയുടെ പിറന്നാളും മറ്റുമൊക്കെ ആഘോഷിക്കാനായിട്ട് സാന്ത്വനത്തിൽ എല്ലാവരും കാതോർത്തും ഒക്കെ ഇരിക്കുന്നു, ഭയങ്കര ആഗ്രഹത്തോടു കൂടി. അങ്ങനെ എല്ലാവരും കൊച്ചിപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുക. എന്തായാലും ഈ സമയത്ത് തമ്പി അവിടെ പുതിയ ആളെയൊക്കെ നിയമിച്ചിരിക്കുകയാണ്, ഹരിയെ ചതിക്കാനും ഹരിയെ കുടിപ്പിച്ച് കിടത്താനും. ഹരി വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പൂന് പോക്ക് നടക്കില്ലല്ലോ, പിന്നെ ആ പിറന്നാളാഘോഷം അവിടെ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു മനസാക്ഷിയും മര്യാദയും ഇല്ലാതെ, ഒരു നാണവും മാനവും ഇല്ലാതെ ഈ തമ്പി ഓരോ നമ്മുടെ പ്ലാൻ ചെയ്യുക. അങ്ങനെ തമ്പി അവിടെ പ്ലാൻ ചെയ്യുന്നതൊന്നും പാവ ഹരിയോ അല്ലെങ്കിൽ അപ്പു അവരാരും അറിയുന്നില്ല കേട്ടോ. ഇവരിങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്നു. ഈ സമയത്ത് അപ്പുവിനാണെങ്കിൽ ഡാഡിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഹരി എന്നും ചോദിച്ചുകൊണ്ട് പറയാനേ നേരെ ഉള്ളൂ. എല്ലാം ഡാഡിക്ക് വേണ്ടി ചെയ്യുക. ഇതല്ലാതെ അപ്പുവിന് യാതൊരു വിചാരവും ഇല്ല. ഡാഡിയാണെങ്കിലോ കിട്ടിയ അവസരം എല്ലാം മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കാമെന്നുള്ള കാര്യം പോകേണ്ടതുകൊണ്ട് അപ്പു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തായാലും അപ്പച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചിയും കൂടെ വരട്ടെ അപ്പു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞവരങ്ങനെ നിൽക്കുക. പക്ഷേ ഹരിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കേട്ടോ. ഹരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. കാരണം ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ. ഇത് അതിനപ്പുറമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഹരി എന്നിട്ട് ഇങ്ങനെ ഒരു ദേഷ്യം അപ്പുവിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്നേരം അല്ല അപ്പു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഹരി, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഹരി, അങ്ങനെയാ ഹരി, ഇങ്ങനെയാ ഹരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകാനാണ് ഹരി തീരുമാനിച്ചത്. പക്ഷേ ഹരിയുടെ തലയിൽ കയറിയെന്ന് ചെവി തിന്നാൻ തുടങ്ങിയ പിന്നെ ഹരി എന്ത് ചെയ്യും? എന്തായാലും ഇവറ്റകളെല്ലാം കൂടെ ചേർന്ന് ഹരിയെ പറ്റിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ചേച്ചി അനിയനും കൂടെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് താമസിപ്പിച്ച് അങ്ങനെയൊക്കെ ഓരോ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കിയതാണ്. ഈ പുള്ളിക്കാർ താമസിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അതങ്ങനെ നടക്കുന്നേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ കേക്ക് മുറിക്കുന്ന സമയവും കാര്യങ്ങളും ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ദേവിയും ബാലനും അതുപോലെ ശിവനും അഞ്ജു എല്ലാവരും. ഈ സമയത്ത് കുറേ നേരമായിട്ടും വരുന്നില്ല. അപ്പോൾ ഹരി ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഹരിയെ വിളിച്ചു നോക്കാനായിട്ട് ദേവി പറഞ്ഞപ്പോഴേക്കും ബാലൻ ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ ഹരിയുടെ നമ്പറിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹരിയെ വിളിച്ചിട്ട് കിട്ടാതെയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ഒരു വല്ലായ്മ പോലെ, ദൈവമേ ഇനി ഞാനും ഒരു വരാതിരിക്കുമോ, ഇവിടെ കേക്കും റെഡിയാക്കി അതുപോലെ എല്ലാം നോക്കിയൊക്കെ ഇരിക്കുവാണ്, പക്ഷെ അവരെങ്ങാനും വരാതിരുന്നാൽ അത് ആകെ വിഷമാവില്ലേ. അങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവർ വരുമ്പോൾ വരട്ടെ, നമ്മൾ ചുമ്മാ ധൃതി കൂട്ടണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു നമ്മുടെ ശിവനൊക്കെ. എന്നിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടിലേക്ക് നമ്മുടെ ജയന്തി അങ്ങ് കയറി വന്നു. ജയന്തി ആണെങ്കിൽ കയറി വന്നത് തമ്പി പറഞ്ഞ അനുസരിച്ചാണ് വന്നത്. കാരണം അവിടുത്തെ പിറന്നാളാഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളവരെ കാണിച്ചു കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ ഇവിടെയുള്ളവരത് കണ്ടു കഴിയുമ്പോൾ അവരുടെ നെഞ്ചൊന്ന് കിടുങ്ങും എന്നുള്ള കാര്യം എന്തായാലും അവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ആരും ഈ ജയന്തിയെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ജയന്തി ചോദിച്ചു, എന്തിയേ നമ്മുടെ പിറന്നാൾ കുട്ടിയൊക്കെ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അമരാവതിയിലേക്ക് പോയതാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം ഫസ്റ്റ് അമരാവതിയിലേക്ക് പോയതാണെങ്കിൽ ഇനി ഇപ്പോൾ ഉടനെയൊന്നും അവരെ നോക്കണ്ട കേട്ടോ, നിങ്ങൾ വെറുതെ ഇതൊക്കെ ഉണ്ടാക്കി പെറുക്കി കാവലിരിക്കുന്നതാണ്. എന്തായാലും അവിടുത്തെ ആഘോഷമൊന്നും കഴിയാതെ അപ്പുവോ അല്ലെങ്കിൽ ഹരിയോ ഒന്നും വരാൻ പോകുന്നില്ല. ഇവിടുത്തെ പോലത്തെ ഈ തുക്കട ആഘോഷം വല്ലതും ആണ് അവിടെ. തമ്പി സാർ അവിടെ നമ്മുടെ ദേവൂട്ടിനെ രാജകുമാരി ആക്കില്ലേ, അതാക്കില്ലേ, ഇതാക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശാത്തി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലനും ദേവിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവർ നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു. അല്ല, നിങ്ങൾ എന്നോട് ചൂടാകുമൊന്നും വേണ്ട, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. ഇനിയിപ്പോൾ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേ നമ്മളിങ്ങനെ വായ അടച്ച് നിന്നോളാം. അല്ലേ തന്നെ ജയന്തി പരദൂഷണക്കാരിയും കുറ്റക്കാരിയും ഒക്കെയാണ്. ഇനിയിപ്പോൾ വേണ്ടാത്ത പേര് അതിൻ്റെ കൂട്ടത്തിൽ എന്തിനാ മേടിച്ച് വെക്കുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ദേവി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവിടെ അവർ വീണ്ടും ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുമോ, ഇനി എങ്ങാനും ജയന്തി പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കുമോ, അവർ വരാതിരിക്കുമോ എന്നുള്ളൊരിത്. ജയന്തി അന്നേരം ഇവർ വരില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാം. അപ്പോൾ ജയന്തി ഇത്രയും തറപ്പിച്ച് പറയണമെങ്കിൽ എന്തോ ഒന്നും ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവരെന്നിട്ട് ഇങ്ങനെ ആ ഒരു ചിന്തയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രാജേശ്വരി അപ്പച്ചി എന്ന് പറയുന്ന താടക അങ്ങോട്ടേക്ക് വന്നു. പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോൾ അതേ ചേച്ചി വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഓടി ഇറങ്ങി പോവുക തമ്പി. അപ്പോൾ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും അത് നുണയാണെന്ന് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഒരു കാരണവശാലും പിടുത്തം കൊടുക്കുകയും ചെയ്യരുത്,
എന്നാൽ ഇവരുടെ കാര്യം നടക്കുകയും വേണം. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അത് അതുപോലെ തന്നെ നടത്തിയെടുക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുകയും ചെയ്തു. ഹരിയാണെങ്കിൽ അവിടെ നിന്ന് ധൃതി കൂട്ടുമ്പോഴേക്കും നീ ടെൻഷൻ ആവാതെ ഹരി, നമുക്ക് പോകാം ഹരി, എല്ലാം ഇപ്പം റെഡിയാകും ഹരി എന്നും പറഞ്ഞുകൊണ്ട് അപ്പു. അങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞു, ദേ ഇത്ര നേരവും കൂടെ ഞാൻ നോക്കും, എന്നിട്ട് അവർ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അങ്ങനെ അതെല്ലാം നമ്മുടെ തമ്പി കേൾക്കാനും ഇടയായി. തമ്പി എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നപ്പോഴത്തേക്കും ചേച്ചി വന്നു. ചേച്ചി വന്നപ്പോഴത്തേക്കും ആന അമ്പാരിയൊക്കെ ആയിട്ട് ആങ്ങളെ എന്ന് വിളിച്ച് കയറ്റി അകത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കേക്ക് മുറിക്കാനുള്ള സമയമായി. അവിടെ കേക്ക് എടുത്ത് വെച്ചു. അതും ഭയങ്കര നിലനിലയായിട്ടുള്ള വലിയ കേക്ക്. ഈ കേക്കൊക്കെ കണ്ടപ്പോഴേക്കും അപ്പൂൻ്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചില്ലേ. അപ്പൂ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം എല്ലാവരും വന്നിങ്ങനെ ചുറ്റിനും കൂടി നിൽക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് അവരവിടെ ആഘോഷിക്കുന്നു. എല്ലാവരും കൈയടിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ കൂടെ നിൽപ്പുണ്ട്. പക്ഷേ ഹരിക്ക് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഹരിയെയും കുഞ്ഞിനെയും അപ്പുവിനെയും കാത്ത് 3-4 ജന്മങ്ങൾ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഹരിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഹരി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് കേക്ക് തമ്പിയാണ് മുറിപ്പിക്കുന്നത് കൊച്ചിനെ കൊണ്ട്. എന്നിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും ആഘോഷമാക്കിക്കൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുവാണേ. ഈ ഒരു സമയത്ത് ദേ നമ്മുടെ അപ്പു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഹരിയെ ശ്രദ്ധിക്കുന്നില്ല, വീട്ടിൽ പോകുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാം മറന്ന് ഇവരോടൊപ്പം ചേർന്ന് അപ്പു നല്ല ആസ്വദിച്ച് ആ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ. ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് നടത്തിയ വിശേഷങ്ങളൊക്കെ ഈ പറയുന്ന ജയന്തിയുടെ ഫോണിലേക്ക് വീഡിയോ ആയിട്ട് വന്നു. അപ്പോഴേക്കും ജയന്തി ഇവരെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ആ ഫോണിലേക്ക് ആ വീഡിയോ വരുന്നത്. ദേവൂട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചേക്കുന്നത് നോക്കിയേ, ദേവൂട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അഞ്ജുവിനോടും ദേവിയോടും പറഞ്ഞു. ഇവർ ആകാംക്ഷ ഓടിച്ചെന്ന് ഇത് കാണുക. കണ്ടപ്പോഴേക്കും അവർ പോലും അന്തിച്ചു പോയിട്ടോ. അപ്പോൾ ഈ ഒരു ആഘോഷം അവിടെ നടക്കുന്നത് കൊണ്ട് അവരിനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യം അഞ്ജുവിനും ദേവിക്കും മനസ്സിലായി. അവരിങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇനി അവർ വരുമെന്നൊന്നും ഓർക്കേണ്ട ദേവി, അവരെ പ്രതീക്ഷിക്കേണ്ടെന്ന് ജയന്തിയും പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്നുള്ള മട്ടിൽ ഇവരും ആ ഒരു ചിന്തയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ തമ്പി പറഞ്ഞതുപോലെ തന്നെ ജിമ്മി ഏർപ്പാടാക്കി നമ്മുടെ ഹരിയെ കുടിപ്പിച്ച് കിടത്താനായിട്ട്. എന്നിട്ട് ഹരിയെ വിളിച്ചുകൊണ്ട് ഇവൻ മേളിലോട്ട് കയറിപ്പോയി. ഇയാൾ മേളിൽ കയറിപ്പോയി നിന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഹരിക്ക് ഇങ്ങനെ ബ്രാൻഡി ഒഴിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. ഹരി ആണെങ്കിൽ ഇതൊന്നും ചിന്തിക്കുന്നില്ല, മേടിച്ച് കുടിച്ചുകൊണ്ടും ഇരിക്കുന്നു. എന്നാലും എൻ്റെ ഹരിയുടെ കപ്പാസിറ്റി ഞാൻ സമ്മതിച്ചു. ഇത്രയും ഇതായിട്ട് കുടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. 3 ലാർജ് അകത്താക്കിയത്. ഈ 3 ലാർജും അകത്തായിട്ടും നല്ല ജിൽ എന്നും പറഞ്ഞുകൊണ്ട് ഹരി നിൽക്കുന്നുണ്ടല്ലോ, സമ്മതിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കുറേ പൊക്കലും താഴ്ത്തലും ഒക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ ഹരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹരി ബ്രാൻഡി കുടിക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് അപ്പു വന്നു. ഇത് കണ്ടപ്പോൾ അപ്പുവിന് ദേഷ്യം വന്നു. ഹരി കുടിക്കുന്നത് അപ്പുവിന് ഇഷ്ടമല്ലല്ലോ. അപ്പു ഇങ്ങനെ കലിപ്പിച്ച് ഹരിയെ നോക്കുക. എന്തായാലും നമ്മുടെ ഹരിയെ അവിടെ കുടിപ്പിച്ച് കിടത്താനുള്ള പരിശ്രമമാണ് തമ്പിയുടെ. പക്ഷേ ചീറ്റിപ്പോയി. എത്രയൊക്കുള്ളിൽ ചെന്നാലും ഹരി അവിടെ ഫ്ലാറ്റായി വീഴില്ല എന്നുള്ള കാര്യം തമ്പിക്ക് ആ ഒരു ഇത് വന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.